മഹാഭാരതമെന്ന ഇതിഹാസം കഥാരൂപത്തിൽ ഇവിടെ ആരംഭിക്കുന്നു. ആദിപർവം, സഭാപർവം, വനപർവം, വിരാടപർവം, ഉദ്യോഗപർവം, ഭീഷ്മപർവം, ദ്രോണപർവം, കർണപർവം, ശല്യപർവം, സൗഭക്തികപർവം, സ്ത്രീപർവം, ശാന്തിപർവം, അനുശാസനപർവം, അശ്വമേധപർവം, ആശ്രമവാസപർവം, മൗസലപർവം, മഹാപ്രാസ്തനിക പർവം, അവസാനം സ്വർഗാരോഹണ പർവം. ഇതെല്ലാം അടങ്ങുന്ന 18 പർവങ്ങളെയും കഥാരൂപത്തിൽ ഓഡിയോ ബുക്ക് എന്ന രൂപേണ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ആദ്യമായി മഹാഭാരതം ആദിപർവം. മഹാഭാരത കർത്താവായ വേദവ്യാസന്റെ അച്ഛൻ പരാശരൻ എന്ന മഹാമുനിയായിരുന്നു. അദ്ദേഹത്തിന്റെ ജനനത്തെപ്പറ്റി ഇവിടെ പറയാം. പരാശരൻ വസിഷ്ഠ മഹർഷിയുടെ മൂത്ത പുത്രനായിരുന്നു ശക്തി. അദ്ദേഹം ഒരു തപോധനനായിരുന്നു. ശക്തി ഒരിക്കൽ കന്മഷാപാദൻ എന്ന രാജാവിനെ നീ മനുഷ്യമാംസം തിന്നിരുന്ന രാക്ഷസനായി തീരട്ടെ എന്ന് ശപിച്ചു. അതവസാനം ശക്തിക്ക് തന്നെ വിനയായി ഭവിച്ചു. വസിഷ്ഠനോട് ഒടുങ്ങാത്ത വിദ്വേഷമുള്ള ആളായിരുന്നു വിശ്വാമിത്ര മഹർഷി. അദ്ദേഹത്തിന്റെ പ്രേരണയ്ക്ക് വശംവദനായ കന്മഷാപാദനൻ ശക്തിയെ തന്നെ കൊന്നു തിന്നു. പിന്നീട് ശക്തിയുടെ സഹോദരന്മാരെയും വകവരുത്തി. അങ്ങനെ വസിഷ്ഠന് തന്റെ പുത്രന്മാരെയെല്ലാം നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് ജീവിതാശ തന്നെ നശിച്ചു. പല പ്രാവശ്യവും ആത്മഹത്യ ചെയ്യുവാൻ ഒരുമ്പിട്ടു. എന്നാൽ മഹാതാപസിയും ബ്രഹ്മാവിന്റെ തന്നെ മാനസപുത്രനുമായ മുനിശ്രേഷ്ഠന്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ടുപോയില്ല. ശക്തിയുടെ ഭാര്യയായിരുന്നു അദൃശ്യന്തി. പുത്രന്മാരുടെ മരണശേഷം ദുഃഖിതനായ വസിഷ്ഠൻ അദൃശ്യന്തിയോടൊപ്പം ആശ്രമത്തിൽ പാർത്തു വന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അശരീരി പോലെ ആരോ വേദധ്യായനം ചെയ്യുന്ന ശബ്ദം അദ്ദേഹം കേട്ടു. ഈ ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്നറിയാൻ അദ്ദേഹം കാതോർത്തു. അപ്പോൾ അദൃശ്യന്തി പറഞ്ഞു, അച്ഛൻ ആശ്ചര്യപ്പെടേണ്ട, അങ്ങയുടെ പുത്രനായ ശക്തിയുടെ സന്താനം എന്റെ ഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്നു. ആ ശിശുവിന്റെ വേദധ്യയനമാണ് അങ്ങ് കേട്ടത്. വസിഷ്ഠൻ സന്തോഷിച്ചു. വംശവൃദ്ധിക്കായി ഒരു സന്താനമുണ്ടെന്നറിഞ്ഞ അദ്ദേഹത്തിന് ആശ്വാസമായി. അദൃശ്യന്തി ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. കുട്ടിക്ക് പരാശരൻ എന്ന് പേരിട്ടു. പുത്രശോകം നിമിത്തം പരാസുവായ, അതായത് പ്രാണൻ പോയ വസിഷ്ഠനെ സംയമിപ്പിച്ചത് ഈ ശിശു ആകയാലാണ് പരാശരൻ എന്ന് പേര് നൽകിയത്. പരാശരൻ ജനന സമയത്ത് തന്നെ മഹാപണ്ഡിതനായിരുന്നു. ഋഗ്വേദത്തിലെ പല സൂക്തങ്ങളും പിൽക്കാലത്ത് അദ്ദേഹം രചിക്കുകയുണ്ടായി. സത്യവതിയാണ് വേദവ്യാസന്റെ മാതാവ്. അവൾ ഒരു മുക്കുവ പ്രമാണിയുടെ വളർത്തുപുത്രിയായി വളർന്നു വന്നതിനാൽ ഒരു മുക്കുവ സ്ത്രീയായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അദ്രിക എന്നൊരു അപ്സര സ്ത്രീയുടെ മകളായിരുന്നു സത്യവതി. ഒരു ബ്രാഹ്മണന്റെ ശാപം കാരണമായി അദ്രിക ഒരു മത്സ്യമായി തീർന്നു. മത്സ്യമായിരിക്കുമ്പോൾ അവൾ ഇരട്ട മനുഷ്യ കുഞ്ഞുങ്ങളെ പ്രസവിക്കുമെന്നും അപ്പോൾ ശാപമോഷം ലഭിക്കുമെന്നും അവളെ ശപിച്ച ബ്രാഹ്മണൻ അവളോട് പറഞ്ഞിരുന്നു. അങ്ങനെയിരിക്കെ അദ്രിക യമുനയിൽ മത്സ്യമായി വളർന്നു വരികെ അവൾ ഗർഭിണിയായി. ഒരു മുക്കുവൻ വീശിയ വലയിൽ അവൾ അകപ്പെട്ടു. അസാമാന്യമായി വീർത്തിരുന്ന മത്സ്യത്തിന്റെ വയർ കീറിയപ്പോൾ അതിൽ 2 മനുഷ്യക്കുഞ്ഞുങ്ങളെയാണ് മുക്കുവൻ കണ്ടത്. ഒന്നാണും മറ്റേത് പെണ്ണും. മത്സ്യത്തിന്റെ വയറ്റിൽ മനുഷ്യക്കുഞ്ഞുങ്ങളെ കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. മുക്കുവൻ പരിഭ്രാന്തനായി. കുഞ്ഞുങ്ങളെ ഇരുവരെയും അവൻ ചേതി രാജാവിന്റെ മുമ്പാകെ കാഴ്ചവെച്ചു. രാജാവിന്റെ മുമ്പാകെ കാഴ്ചവെക്കപ്പെട്ടപ്പോൾ കുഞ്ഞുങ്ങളിൽ ആണിനെ രാജാവ് സ്വീകരിച്ച് കൊട്ടാരത്തിൽ വളർത്തി. ആ കുട്ടി പിൽക്കാലത്ത് മത്സ്യരാജാവ് എന്ന പേരിൽ വളരെ പ്രസിദ്ധനായി. പെൺകുട്ടിയെ രാജാവ് മുക്കുവന് തന്നെ നൽകി. അവൻ അവളെ സ്വന്തം പുത്രി എന്ന പോലെ വളർത്തി. അവൾക്ക് അയാൾ കാളി എന്ന് പേരിട്ടു. കാളിയുടെ ശരീരത്തിന് എപ്പോഴും മത്സ്യത്തിന്റെ ഗന്ധമുണ്ടായിരുന്നതുകൊണ്ട് അവൾ മത്സ്യഗന്ധി എന്ന പേരിലും അറിയപ്പെട്ടു. കാളി വളർന്ന് ലാവണ്യവതിയായ ഒരു യുവതിയായി. സൗന്ദര്യവും സൗശീലവും ഒരുപോലെ അവളിൽ കളിയാടിയിരുന്നു. കാളിക്ക് സത്യവതി എന്ന മറ്റൊരു പേര് കൂടി ഉണ്ടായിരുന്നു. പറഞ്ഞു വരുന്നത് വേദവ്യാസൻ എന്ന മഹാമുനിയുടെ അമ്മയായ ഈ ഒരു സത്യവതിയെ പറ്റി തന്നെയാണ് നമ്മൾ ഈ കാളിയുടെ പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഇനി വേദവ്യാസൻ മത്സ്യം പിടിക്കുന്നതിന് പുറമെ യമുനാ നദിയിൽ കടത്തുവഞ്ചിയിൽ ആളുകളെ കടത്തുന്ന ജോലി കൂടി മുക്കുവൻ ചെയ്തിരുന്നു. സത്യവതി വളർത്തച്ഛനെ ഇക്കാര്യത്തിൽ സഹായിച്ചു പോന്നു. പല ദിക്കുകളിലും സഞ്ചരിച്ച് തീർത്ഥാടനം നടത്തുന്നതിനിടയിൽ ഒരു ദിവസം പരാശര മഹർഷി അതുവഴി വന്നു. അന്നേ ദിവസം തോണി കടത്തുന്ന ജോലി നിർവഹിച്ചിരുന്നത് സത്യവതി ആയിരുന്നു.
പരാശരൻ തോണിയിൽ കയറി. സത്യവതി മറുകരയിലേക്ക് തോണി തുഴഞ്ഞു. സിദ്ധന്മാരുടെ മനസ്സിനെ പോലും ഇളക്കിമറിക്കുവാൻ കഴിയുന്ന ചേതോഹാരിണിയായ സത്യവതിയിൽ പരാശരൻ ആകൃഷ്ടനായി. ദിവ്യദൃഷ്ടി കൊണ്ട് അവൾ ഉപരിചരവസ് എന്ന രാജഹർഷിക്ക് അദ്രിക എന്ന അപ്സര സ്ത്രീയിലുണ്ടായിരുന്ന പുത്രിയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ധീമാനും വിവേകിയുമായിരുന്ന ആ ഋഷീശ്വരൻ വേദവ്യാസനെ ലോകത്തിന് സംഭാവന ചെയ്യുവാനുള്ള ഒരു ഉത്തമ ഉപകരണമായി സത്യവതിയെ കണ്ടു. വഞ്ചി നദിയുടെ മധ്യത്തിലെത്തിയപ്പോൾ വികാരവിശനായി പരാശരൻ സത്യവതിയോട് പ്രണയാഭ്യർത്ഥന നടത്തി. അദ്ദേഹം പറഞ്ഞു, അല്ലയോ സുന്ദരി, നീ അടുത്തു വന്ന് എന്നെ ആലിംഗനം ചെയ്താലും. സത്യവതി ലജ്ജിച്ചു. അവൾ മഹർഷിയോട് ചോദിച്ചു, ഭഗവാനെ, അങ്ങ് എന്താണ് ഈ പറയുന്നത്? നദിയുടെ ഇരുകരയിലും കുളിച്ചുകൊണ്ട് നിൽക്കുന്ന മുനിമാരെ അങ്ങ് കാണുന്നില്ലേ? അവരുടെ മുമ്പിൽ വെച്ച് ഈ പട്ടാപ്പകൽ നാം ക്രീഡിച്ചാൽ അവർ കാണുകയില്ലേ? അത് കുറച്ചിലല്ലേ? സത്യവതിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി എന്നോണം പരാശരൻ തന്റെ തപശക്തി കൊണ്ട് അവരുടെ ചുറ്റും ഇരുട്ടാക്കത്തക്കവണ്ണം മൂടൽമഞ്ചിന്റെ പടലമുയർത്തി ഒരു മറ സൃഷ്ടിച്ചു. ഇത് കണ്ടപ്പോൾ സത്യവതി വിസ്മയിച്ചു. അവൾക്ക് മഹർഷിയോട് ആദരവും അദ്ദേഹത്തിന്റെ തപശക്തിയിൽ അപാരമായ വിശ്വാസവും ഉണ്ടായി. അവൾ സ്നേഹദുരപൂർവം പറഞ്ഞു, എന്റെ അച്ഛന്റെ സംരക്ഷണത്തിൽ വളരുന്ന ഞാൻ കന്യകയാണ്. എന്റെ കന്യാകത്വം നഷ്ടപ്പെട്ടാൽ ഞാൻ എങ്ങനെ എന്റെ പിതാവിന്റെ മുന്നിൽ പോകും? എന്നാൽ അങ്ങയുടെ കൽപ്പനയെ നിരസിക്കുവാനും എനിക്ക് കഴിയുന്നില്ല. ഞാൻ എന്താണ് വേണ്ടതെന്ന് അങ്ങ് തന്നെ നിശ്ചയിച്ചാലും. പരാശരൻ അവളിൽ പ്രീതനായി. തന്റെ അഭീഷ്ടം നടപ്പാക്കി കൊടുത്താലും അവൾക്ക് കന്യാകത്വം നഷ്ടപ്പെടുകയില്ലെന്ന് അദ്ദേഹം ഉറപ്പുകൊടുത്തു. അദ്ദേഹം പറഞ്ഞു, നിനക്കിഷ്ടമുള്ള വരം എന്താണെന്ന് പറയുക, ഞാനത് സാധിച്ചു തരാം. ഭഗവാനെ, എന്റെ ശരീരത്തിന് ഇപ്പോഴുള്ള മത്സ്യഗന്ധം മാറി ഞാൻ സുഗന്ധിയാവണം, സത്യവതി ആവശ്യപ്പെട്ടു. പരാശരൻ അവളുടെ അഭീഷ്ട സിദ്ധി കൈവരുത്തി. അവളുടെ ശരീരത്തിന്റെ മത്സ്യഗന്ധം ഇല്ലാതെയായി. ശരീരത്തിൽ നിന്ന് കസ്തൂരിയുടെ ഗന്ധം അവിടെയെല്ലാം വ്യാപിച്ചു. സത്യവതി വളരെയധികം ആഹ്ലാദിച്ചു. മഹർഷി നദീമധ്യത്തിൽ കൃത്രിമമായി ഒരു ദ്വീപ് നിർമ്മിച്ച് അദ്ദേഹവും സത്യവതിയും ദ്വീപിലിറങ്ങി. ആനന്ദത്തിലായി പ്രേമലീലകളിൽ ആടുവാൻ തുടങ്ങി. സത്യവതി ഗർഭിണിയായി. അപ്പോൾ പരാശരൻ അവളോട് പറഞ്ഞു, പ്രിയേ, നീ ഒട്ടും ഭയപ്പെടേണ്ട. ഈ ശിശുവിനെ പ്രസവിച്ചു കഴിഞ്ഞാലും നീ ഒരു കന്യകയായിട്ടിരിക്കും. വിഷ്ണുവിന്റെ അംശമായി, പരിശുദ്ധനായി, അതിവിദ്വാനായി, ലോകാചാര്യനായി ഒരു പുത്രൻ നിനക്ക് ജനിക്കും. ഇപ്രകാരം അനുഗ്രഹിച്ചിട്ട് പരാശരൻ ദ്വീപിൽ നിന്ന് മറഞ്ഞു. സത്യവതിയുടെ ഗർഭം ഉടൻ തന്നെ പൂർത്തിയായി. അവൾ ഒരു കുമാരനെ പ്രസവിച്ചു. കുഞ്ഞിന്റെ നിറം കറുപ്പ്, അതായത് കൃഷ്ണവർണ്ണമായിരുന്നതുകൊണ്ട് അവന് കൃഷ്ണൻ എന്ന് പേരിട്ടു. ജനനം ഒരു ദ്വീപിലായിരുന്നതിനാൽ ദ്വൈവായനൻ എന്നും പേരുണ്ടായി. ജനിച്ച ഉടൻ തന്നെ ആ ശിശു വളർന്ന് യോഗനിഷ്ഠനായിക്കൊണ്ട് അമ്മയോട് പറഞ്ഞു, അമ്മ എന്നെ പറ്റി ചിന്തിച്ച് വിഷമിക്കേണ്ട. അമ്മ മടങ്ങിപ്പോയിക്കൊള്ളുക. ഞാൻ തപസ്സനായി പോവുകയാണ്. അമ്മയ്ക്ക് എപ്പോഴെങ്കിലും എന്നെ കാണണമെന്ന് തോന്നുമ്പോൾ എന്നെ സ്മരിച്ചാൽ മതി. ഞാൻ തൽക്ഷണം അമ്മയുടെ മുമ്പാകെ എത്തിക്കൊള്ളാം. അമ്മയ്ക്ക് മംഗളം നേർന്നുകൊണ്ട് ദ്വൈവായനൻ അവിടം വിട്ടു. സത്യവതിക്കെല്ലാം ഒരു സ്വപ്നം പോലെയാണ് തോന്നിയത്. എങ്കിലും ഇക്കിളിപ്പെടുത്തുന്ന 100 മധുര സ്മരണകളോടെ അവൾ ദ്വീപിൽ നിന്ന് സ്വഗൃഹത്തിലേക്ക് മടങ്ങി. ജനന സമയത്ത് തന്നെ സ്വന്തം ഇഷ്ടം പോലെ വളർന്ന യുവാവായ കൃഷ്ണദ്വൈപായനൻ മാതാവിനോട് യാത്ര പറഞ്ഞ് പിരിഞ്ഞതിനു ശേഷം വനാന്തരങ്ങളിൽ തപസ് ചെയ്തു. ശ്രേഷ്ഠന്മാരായ മഹർഷിമാരിൽ നിന്ന് വേദങ്ങളും ശാസ്ത്രങ്ങളും അഭ്യസിച്ചു. അതിനുശേഷം ഹിമാലയത്തിന്റെ സാനുകളിൽ കൂടി ഒഴുകുന്ന സരസ്വതി എന്ന ചെറിയ നദീതീരത്ത് ശ്യാമപ്രസം എന്ന സ്ഥലത്ത് ഒരു പുണ്യാശ്രമം ചമച്ച് അവിടെ താമസമാക്കി. ഇനിയാണ് വേദവ്യാസൻ എന്ന പേര് കൃഷ്ണദ്വൈപായനൻ എങ്ങനെയാണ് കിട്ടിയെന്നുള്ളതിന്റെ കഥ പറയുന്നത്. അതായത് ബ്രഹ്മദേവൻ ഹിരണ്യഗർഭനാണ്. സ്വർണമയമായി ബ്രഹ്മാണ്ടത്തിന് തന്നെ ഗർഭസ്ഥാനമായിട്ടുള്ളവൻ എന്നാണ് ഇതിന്റെ അർത്ഥം. അദ്ദേഹം മറ്റൊരാളുടെ പുത്രനായി പിറന്നതല്ല, അതായത് സ്വയംഭുവാണ്. അദ്ദേഹത്തിന് 4 മുഖങ്ങളാണുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെ ചതുർമുഖൻ എന്നും വിളിക്കുന്നു. ഈ 4 മുഖങ്ങളിൽ കൂടി 4 സ്വരൂപത്തിൽ നിർഗമിച്ചതാണ് ആദിയും അവസാനവുമില്ലാത്ത, അതായത് അനാദിയായ വേദങ്ങൾ. ലോകത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും പഴക്കം ചെന്ന സാഹിത്യരൂപം വേദങ്ങളാണ്. ഒരു മതഗ്രന്ഥമെന്ന നിലയിലും പുരാതന ആര്യന്മാരുടെ മനോഭാവങ്ങളുടെയും സാമുദായിക സ്ഥിതികളെയും പ്രതിഫലിപ്പിക്കുന്ന ചരിത്ര ഗ്രന്ഥമെന്ന നിലയിലും പുരാതന ഭാരതത്തിലെ സകല ചിന്താ പദ്ധതികളുടെയും ഉൽപ്പത്തി സ്ഥാനമെന്ന നിലയിലും വേദങ്ങൾക്ക് സമുന്നതമായ സ്ഥാനമാണുള്ളത്. വേദങ്ങൾ
പ്രപഞ്ചത്തിൻ്റെ തന്നെ പരമജ്ഞാന സമുച്ചയങ്ങളാണ്. ആകയാൽ ലോകത്തിലുള്ള ഏതു പ്രശ്നങ്ങളുടെ തീർച്ചപ്പിനും അവസാനമായിട്ടുള്ള പ്രമാണം വേദങ്ങളാണെന്നാണ് പറയുന്നത്. വേദങ്ങളിലെല്ലാം കൂടി 1,00,000 മന്ത്രങ്ങളാണുള്ളത്. ഇവ ആദ്യകാലത്ത് കെട്ടുമിണഞ്ഞ് കൂട്ടിക്കുഴഞ്ഞാണ് കിടന്നിരുന്നത്. തന്മൂലം വേദങ്ങൾ ഉദ്ഘോഷിക്കുന്ന അദ്വൈത ജ്ഞാനം അതറിയുവാൻ വിഷമം തന്നെയായിരുന്നു. ആകയാൽ സാമാന്യ ജനങ്ങൾക്ക് വേദങ്ങൾ ഉപയോഗശൂന്യങ്ങളായി മാറി. പ്രഭാവശാലിയായ കൃഷ്ണദ്വൈപായനൻ ഈ അവസ്ഥയ്ക്ക് അറുതി വരുത്തി. അദ്ദേഹം വേദങ്ങളെ 4 തിരിച്ച് പകർത്തി എഴുതി. ഋഗ്, യജുസ്, സാമ, അഥർവം എന്നിവയാണ് 4 വേദങ്ങൾ. സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലാണ് ദ്വൈപായനൻ ഈ കൃത്യം നിർവഹിച്ചത്. അങ്ങനെയാണ് കൃഷ്ണദ്വൈപായനൻ വേദവ്യാസനായത്. മനുഷ്യ സാധാരണമല്ല ഈ പ്രവൃത്തി. അതിനാൽ അദ്ദേഹത്തെ ഈശ്വരാവതാരമായി കീർത്തിക്കുന്നു. ഉപനിഷത്തുകൾ പിന്നീട് പല കാലങ്ങളിലും പല ദേശങ്ങളിലുമായി പല പല ഋഷിവര്യന്മാർ വേദങ്ങളുടെ ഗൂഢാർത്ഥങ്ങൾ കൂടി വെളിപ്പെടുത്തുന്ന വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ തയ്യാറാക്കി. ഇവയാണ് ഉപനിഷത്തുകൾ. വേദങ്ങൾ 4 ഉള്ളൂ. പക്ഷെ 1200ഓളം ഉപനിഷത്തുകൾ അത്രയൊക്കെ ഉണ്ട്. ഇവയിൽ ഈശവാസ്യം, കേനം, കടം, പ്രശ്നം, മുണ്ടകം, മാണ്ഡൂക്യം, തൈത്തരീയം, ഐതരേയം, ചാന്തോക്യം, ബൃഹദാരണ്യം എന്നിങ്ങനെ 10 എണ്ണമാണ് പ്രധാനമായിട്ടുള്ളത്. ഈ 10 ഉപനിഷത്തുകളും ചേർന്ന് വേദാന്ത ശാസ്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഉപനിഷത്തുകളിലെ മന്ത്രങ്ങളുടെ അർത്ഥം ജനങ്ങൾക്ക് തെറ്റിദ്ധാരണയ്ക്കും വാദപ്രതിവാദത്തിനും ഇടം നൽകുന്നവയായിരുന്നു. അതുകൊണ്ട് ആ മന്ത്രങ്ങൾക്ക് അർത്ഥനിശ്ചയം വരുത്തണമെന്ന ഉദ്ദേശത്തോടെ വ്യാസൻ ബ്രഹ്മസൂത്രമെന്ന തത്വനിർണയ ശാസ്ത്രം രചിച്ചു. എങ്കിലും വ്യാസന് തൃപ്തി വന്നില്ല. വേദങ്ങളുടെ അർത്ഥവും ഉപനിഷത്തുകളുടെ തത്വവും സാധാരണക്കാരൻ കൂടുതലും വ്യക്തമായി മനസ്സിലാക്കുന്നതിനുള്ള വഴി എന്താണെന്ന് അദ്ദേഹം ആലോചിച്ചു. അതിന്റെ ഫലമായി അദ്ദേഹം പുരാണങ്ങൾ രചിച്ചു. വേദങ്ങളിലും ഉപനിഷത്തിലും കൂടി ഉൾക്കൊണ്ടിരിക്കുന്ന ആശയങ്ങളും തത്വങ്ങളും ചമൽക്കാര സമ്പൂർണവും രസനിന്ദ്യൻ കഥകളുമായി രൂപാന്തരപ്പെടുത്തിയതാണ് വ്യാസൻ പുരാണങ്ങൾ സൃഷ്ടിച്ചത്. കേൾവിക്കാർക്കും വായനക്കാർക്കും ഈ കഥകൾ ആകർഷണീയങ്ങളായി തോന്നി. ഈ കഥകളുടെ സാരാംശങ്ങൾ ഗ്രഹിച്ച സാധാരണക്കാരന് പോലും ബ്രഹ്മജ്ഞാനം കൈവരിക്കാൻ കഴിയുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തെ മുൻനിർത്തി അദ്ദേഹം പുരാണങ്ങളിൽ കൂടി ജ്ഞാനോപദേശം നൽകി. അദ്ദേഹത്തിന്റെ ശ്രമത്തിന് ഫലവും ഉണ്ടായി. ആർഷഭാരതത്തിന്റെ അസ്ഥിവാരങ്ങളാണ് ഇതിഹാസ പുരാണങ്ങൾ. അതിന്റെ കർത്താവെന്ന നിലയിൽ വേദവ്യാസൻ ഋഷീശ്വരന്മാരിൽ അഗ്രഗണ്യനായി. ഋഷി, ജീവൻ മുക്തൻ, പ്രവാചകൻ, സന്മാർഗദർശി, ധർമ്മപ്രതിഷ്ഠാപാകൻ എന്നീ വിവിധ നിലകളിൽ സാമാന്യധാനനാണ് വേദവ്യാസൻ എന്ന കൃഷ്ണദ്വൈപായനൻ. ഇദ്ദേഹത്തിന് ബാദരായണൻ എന്നുകൂടി പേരുണ്ട്. ലോകാചാര്യനായ വേദവ്യാസന്റെ നിസ്വാർത്ഥവും ത്യാഗപൂർണമായ സേവനത്തെ മാനിക്കുന്നതിനു വേണ്ടി പ്രാചീന കാലത്തെ ജനസമൂഹം ആണ്ടിലൊരിക്കൽ ഗുരുപൂർണിമ അഥവാ വ്യാസജയന്തി ആചരിച്ചു വരുന്നു. സന്യാസിമാർ അന്നു മുതൽക്ക് ചാതുർമാസ്യം ആചരിക്കുന്നു. മിഥുനം പകുതി മുതൽ കർക്കിടകം പകുതി വരെയുള്ള ഒരു മാസമാണ് ആഷാഢമാസം. ആഷാഢമാസത്തിലെ വെളുത്ത വാവുനാളാണ് ഗുരുപൂർണിമ. ഇന്നും അത് ഭാരതീയർ ആചരിച്ചു വരുന്നു. പഞ്ചമവേദം. വേദവ്യാസന്റെ ജീവിതം സംഭവബഹുലമായിരുന്നു. ഒരു മനുഷ്യനെന്ന നിലയിൽ അദ്ദേഹം പരിപൂർണനായി തീർന്നു. ദേവാംശം എന്ന നിലയിൽ അമാനുഷികമായ കഴിവും സിദ്ധികളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. മഹാഭാരത കഥയിലെ സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ ഭൗതിക ജീവിതവുമായി നാനാതരത്തിൽ ഇഴുകിച്ചേർന്നവയാണ്. ഏകാന്ത ജീവിതകാലത്ത് ഈ സംഭവങ്ങളെയെല്ലാം അദ്ദേഹത്തിന്റെ ഹൃദയസാഗരത്തിൽ ആർത്തിരമ്പിക്കൊണ്ടേയിരുന്നു. പ്രസ്തുത സംഭവങ്ങളെ ആസ്പദമാക്കി ഒരു കാവ്യം നിർമ്മിക്കുവാൻ അദ്ദേഹം തീർച്ചപ്പെടുത്തി. പ്രസ്തുത കാവ്യത്തിൽ കഥാരൂപേണ സംഭവങ്ങൾ മാത്രം പറയാനല്ല അദ്ദേഹം ആഗ്രഹിച്ചത്. അതിൽ വേദങ്ങളിലും അടങ്ങിയിരിക്കുന്ന തത്വങ്ങളും ഉപനിഷത്തുകളുടെ സാരാംശവും ഉൾക്കൊള്ളിക്കുവാൻ വ്യാസൻ തീരുമാനിച്ചു. സാധാരണക്കാരോട് നേരിട്ട് തത്വോപദേശം ചെയ്യുന്നതിനേക്കാൾ പ്രയോജനം തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന കഥകൾ പറഞ്ഞു കേൾപ്പിക്കുകയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് പുരാണങ്ങളിലും ഉപപുരാണങ്ങളിലുമുള്ള മനോഹരവും ആദർശപരവുമായ കഥകൾ തന്റെ കാവ്യത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തി. വേദങ്ങളിലെ തത്വങ്ങളും ഉപനിഷത്തിന്റെ സാരാംശവും പുരാണങ്ങളിലെ കഥകളോടും കൂടി കൂട്ടിയിണക്കി ഒരു കാവ്യം നിർമ്മിച്ചാൽ ആയത് സാധാരണ ജനങ്ങളെ കർമ്മത്തിന്റെയും ജ്ഞാനത്തിന്റെയും ഭക്തിയുടെയും മാർഗത്തിലേക്ക് നയിക്കുമെന്ന് അദ്ദേഹം ദൃഢമായി വിശ്വസിച്ചു. അതായിരുന്നു ഈ കാവ്യ നിർമ്മാണത്തിന്റെ ലക്ഷ്യം. അപ്രകാരം അദ്ദേഹം രചിച്ചതാണ്
ഇതിഹാസമായ മഹാഭാരതം. ഇത് 5ാമത്തെ വേദമായി കരുതുന്നതുകൊണ്ട് ഇതിനെ പഞ്ചമവേദമെന്നും പറയുന്നു. വേദങ്ങളും ഉപനിഷത്തുകളും എത്രമാത്രം പഠിച്ചാലും മഹാഭാരത ജ്ഞാനമറിയാതെ ഒരാൾ പണ്ഡിതനാവുകയില്ല. എന്തുകൊണ്ടെന്നാൽ ചതുർവർഗങ്ങളായ ധർമ്മധാമ കാമ മോക്ഷങ്ങളെപ്പറ്റി ഇതിൽ സമ്പൂർണമായി വിസ്തരിച്ചിട്ടുണ്ട്. എല്ലാവിധത്തിലുമുള്ള ധർമ്മത്തെപ്പറ്റി വിശദീകരിക്കുകയും അധർമ്മത്തിന് നേരെ വിരൽ ചൂണ്ടുകയും ചെയ്യുന്നതുകൊണ്ട് ഇത് ധർമ്മശാസ്ത്രമാണ്. ഭൂമി, ധനം മുതലായ അർത്ഥസമ്പാദനത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും പ്രതിപാദിക്കുന്നതുകൊണ്ട് ഇത് അർത്ഥശാസ്ത്രമാണ്. സ്ത്രീ പുരുഷ ബന്ധത്തെ പൊതുവായും ഭാര്യ ഭർത്തൃബന്ധത്തെ പ്രത്യേകമായും പരാമർശിക്കുന്നതിനാൽ കാമശാസ്ത്രമാണിത്. മർത്യന് അമരത്വം, അതായത് മോക്ഷം ലഭിക്കുന്നതിന് ആവശ്യമായ എല്ലാറ്റിനെ പറ്റിയും വേണ്ട ഉപദേശം നൽകുന്ന മോക്ഷശാസ്ത്രവുമാണ്. വിശ്വകാവ്യങ്ങളൊന്നും മഹാഭാരതത്തിനോളം വലുതല്ല. മഹാഭാരതം ഒരു ഇതിഹാസമാണ്. അതുമാത്രമല്ല, ഇതിഹാസങ്ങളിൽ വെച്ച് തന്നെ അതിവിശിഷ്ടമായിട്ടുള്ളതുമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസമായി അറിയപ്പെടുന്നത് ഗ്രീക്ക് കവിയായ ഹോമറിന്റെ ഇലിയഡും ഒഡീസയുമാണ്. ഇത് രണ്ടും കൂടി ചേരുന്നതിന്റെ ഇരട്ടി വലിപ്പം മഹാഭാരതത്തിനുണ്ട്. തൈരിന് വെണ്ണ എന്ന പോലെ, ഔഷധങ്ങളിൽ അമൃതം എന്ന പോലെ, നാൽക്കാലികളിൽ പശു എന്നതുപോലെ ഇതിഹാസങ്ങളിൽ ശ്രേഷ്ഠമായിട്ടുള്ളതാണ് വ്യാസ മഹാഭാരതം. മഹാഭാരത രചനയ്ക്ക് മുമ്പായി അനവധി കഥകളും കഥാഘടനയും സംഭവങ്ങളും വിവരണങ്ങളും ആശയങ്ങളും അതിലുൾപ്പെടുത്തേണ്ട മറ്റു കാര്യങ്ങളും വ്യാസൻ തന്റെ മനസ്സിൽ ചിട്ടപ്പെടുത്തി. എന്നാൽ മനസ്സിലെ സങ്കല്പങ്ങൾ പകർത്തുന്നതിന് ഒരു സഹായിയെ കിട്ടാതെ വ്യാസൻ വല്ലാതെ കുഴങ്ങി. വ്യാസന്റെ മുത്തച്ഛനായ വസിഷ്ഠൻ ബ്രഹ്മാവിന്റെ ഇച്ഛാശക്തിയാൽ ജാതനായ മാനസപുത്രനാണ്. വ്യാസൻ പ്രപിതാമഹനായ ബ്രഹ്മാവിനെ ധ്യാനിച്ചു. ബ്രഹ്മാവ് വ്യാസന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അത്ഭുതത്തോടും ആഹ്ലാദത്തോടും കൂടി വ്യാസൻ ബ്രഹ്മാവിനെ സ്വീകരിച്ചു. പീഠത്തിൽ ഉപവിഷ്ടനായ ബ്രഹ്മാവ് വ്യാസനെ വാത്സല്യപൂർവ്വം തന്റെ അരികിലിരുത്തി. വ്യാസൻ വിനയാത്വത്തിനായി വിരിഞ്ചനോട് പറഞ്ഞു, പിതാമഹ, ഞാനൊരു കാവ്യം രചിച്ചിട്ടുണ്ട്. ബൃഹത്തായ അത് ബുദ്ധന്മാർ പൂജിക്കുമെന്ന് വിശ്വസിക്കുന്നു. വേദരഹസ്യങ്ങൾ, മറ്റ് ശാസ്ത്രങ്ങൾ, ഉപനിഷത്തുകൾ, ഇതിഹാസ പുരാണങ്ങൾ, നാനാധർമ്മങ്ങൾ കലരുന്ന ആശ്രമങ്ങളുടെ ലക്ഷണം, ബ്രഹ്മചര്യം, തപസ്, ഭൂമി, ചന്ദ്രൻ, സൂര്യൻ, നക്ഷത്രങ്ങൾ എന്നിവയുടെ കീർത്തി, ആധ്യാത്മവിധി, ന്യായ ശിക്ഷ ചികിത്സാ രീതികൾ, തീർത്ഥങ്ങൾ, പുണ്യദേശങ്ങൾ, നദി, ശൈലം, വനം, സാഗരം, പുരം എന്നിവയെക്കുറിച്ചുള്ള വർണ്ണനകൾ തുടങ്ങി പലതും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം എൻ്റെ മനസ്സിൽ സങ്കല്പിച്ചു വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇത് എഴുതിയെടുക്കുവാൻ കഴിവുള്ള ഒരാളെ ലോകത്തിൽ കണ്ടുകിട്ടിയിട്ടില്ല. ബ്രഹ്മാവ് സന്തുഷ്ടനായി പറഞ്ഞു, ഭവാൻ ശ്രേഷ്ഠനായ മഹർഷിയാണ്. ജന്മം മുതൽ യോഗീവര്യനായി ശോഭിക്കുന്ന ഭവാന്റെ വാക്കിന് സത്യതയുണ്ട്. അങ്ങ് വിഭാവനം ചെയ്തിട്ടുള്ള കാവ്യത്തെക്കാൾ മെച്ചപ്പെട്ട ഒരു കാവ്യം നിർമ്മിക്കുവാൻ ഈ ഭൂമിയിൽ ഒരു കവീന്ദ്രനും സാധ്യമല്ല. അങ്ങ് വിഘ്നേശ്വരന്റെ സഹായം തേടുക. ബ്രഹ്മദേവൻ വ്യാസനെ അനുഗ്രഹിച്ചിട്ട് അപ്രത്യക്ഷനായി. വ്യാസൻ ഉടൻ തന്നെ ഗണപതിയെ ധ്യാനിച്ചു. ഭക്തപാരായണനായ ഏകദന്തൻ വ്യാസമഹർഷിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മഹർഷി അദ്ദേഹത്തെ താണു വണങ്ങി ഉപചാരപൂർവ്വം പീഠവും നൽകി. ഗണനായകൻ ഉപവിഷ്ടനായി. വ്യാസൻ പറഞ്ഞു, മഹാഭാരതം എന്ന പേരിൽ ഒരു മഹാകാവ്യം എൻ്റെ മനസ്സിൽ തീർത്തു വെച്ചിട്ടുണ്ട്. ഞാൻ അത് ചൊല്ലിത്തരാം. ഭവാൻ അത് എഴുതിയെടുത്ത് തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. വിഘ്നേശ്വരൻ സമ്മതിച്ചു. അദ്ദേഹം പറഞ്ഞു, ശരി, എന്നാൽ ഒരു വ്യവസ്ഥയുണ്ട്. എൻ്റെ എഴുത്താണിക്ക് വിശ്രമമില്ലാതെ എഴുതത്തക്കവണ്ണം തുടർച്ചയായി ശ്ലോകങ്ങൾ ചൊല്ലിത്തരണം. ഇടയ്ക്ക് ചൊല്ലൽ നിർത്തുകയാണെങ്കിൽ ഞാൻ എഴുത്ത് നിർത്തും, പിന്നെ എഴുതുകയില്ല. ധീമാനായ വ്യാസൻ ഒരു നിമിഷം ആലോചിച്ചു. ഗണപതി ഭഗവാന്റെ വ്യവസ്ഥ സ്വീകരിച്ചു. പക്ഷെ ഗണപതി പാലിക്കേണ്ട ഒരു വ്യവസ്ഥ തനിക്കും പറയാനുണ്ടെന്ന് അദ്ദേഹം ഗണപതിയെ അറിയിച്ചു. എന്താണ് താൻ പാലിക്കേണ്ട വ്യവസ്ഥയെന്ന് ഗണപതി ജിജ്ഞാസയോടെ ആരാഞ്ഞപ്പോൾ വ്യാസൻ പറഞ്ഞു, ഞാൻ ചൊല്ലിത്തരുന്ന ശ്ലോകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം അങ്ങ് എഴുതിയെടുക്കേണ്ടത്. അർത്ഥം ഗ്രഹിക്കാതെ എഴുതരുത്. ഗണപതി ഹൃദ്യമായിട്ട് ചിരിച്ചപ്പോൾ കുടവയർ നല്ലതുപോലെ കുലുങ്ങി. വ്യാസന്റെ ഇംഗിതം മനസ്സിലാക്കി അദ്ദേഹത്തെ മനസ്സാ ശ്ലാഘിച്ചു. വ്യാസന്റെ വ്യവസ്ഥ അംഗീകരിച്ച് താൻ ശ്ലോകങ്ങൾ എഴുതിയെടുത്തു കൊടുക്കാമെന്ന് സമ്മതിച്ചു. വ്യാസൻ ശ്ലോകങ്ങൾ ചൊല്ലിക്കൊടുക്കുവാനും ഗണപതി എഴുതിയെടുക്കുവാനും തുടങ്ങി. കുടത്തിൽ നിന്നുള്ള ജലപ്രവാഹം കണക്കെ വ്യാസൻ ശ്ലോകങ്ങൾ ചൊല്ലി.
വരണ്ട ഭൂമി വെള്ളം വലിച്ചെടുക്കുന്ന വേഗത്തിൽ ശ്ലോകങ്ങൾ ഗണപതിയുടെ എഴുത്താണി ഓലയിലേക്ക് പകർത്തി. ഇടയ്ക്കിടയ്ക്ക് ദുർഗ്രാഹ്യങ്ങളായ ശ്ലോകങ്ങൾ വ്യാസൻ ചൊല്ലിക്കൊടുക്കുമായിരുന്നു. അതിന്റെ അർത്ഥം ഗ്രഹിക്കുവാൻ നിമിഷ നേരത്തേക്ക് എഴുത്തു നിർത്തി ഗണപതി ആലോചന നിഗമഗ്നനാവും. ആ തക്കം നോക്കി അടുത്ത് ചൊല്ലിക്കൊടുക്കേണ്ട അനേകം ശ്ലോകങ്ങൾ വ്യാസൻ മനസ്സിൽ വാർത്തെടുക്കും. മഹാഭാരതത്തിൽ കാണുന്ന ഗൂഢാർത്ഥ ബന്ധത്തോടു കൂടിയ ശ്ലോകങ്ങൾ ഇപ്രകാരം ഗണപതിയുടെ ത്വരിതഗതിയിലുള്ള എഴുത്തിനെ നിയന്ത്രിക്കുവാനായി വ്യാസൻ ചമച്ചിട്ടുള്ളതാണ്. 1,00,000 ശ്ലോകങ്ങളാണ് വ്യാസൻ ചൊല്ലിക്കൊടുത്തത്. 3 വർഷം കൊണ്ടാണ് മഹാഭാരതം രചിച്ചത്. അതൊരു മഹാ അത്ഭുതം തന്നെയാണ്. പർവമെന്ന് പേരോടുകൂടിയ 18 ഭാഗങ്ങളുടെ സമാഹാരമാണ് മഹാഭാരതം. 2109 അധ്യായങ്ങളും 1,00,000 ശ്ലോകങ്ങളുമുള്ള മഹാഭാരതത്തിൽ 20 ഗദ്യവിഭാഗങ്ങളുണ്ട്. സിദ്ധന്മാർ പ്രസ്താവിച്ചിട്ടുള്ള ഉപഖ്യാനങ്ങളാണ് ഈ ഗദ്യവിഭാഗം. ആധ്യാത്മിക പ്രവാഹം ഈ ഗ്രന്ഥത്തിൽ ഉടനീളം കാണാമെങ്കിലും ഇതിലെ പ്രതിപാദ്യ വസ്തുതകളെല്ലാം മനുഷ്യരോടും മറ്റു ജീവജാലങ്ങളോടും പരമാവധി ബന്ധപ്പെട്ടതാണ്. അസന്ദിഗ്ധമായ പല തെളിവുകളുടെയും മഹാഭാരതത്തിൽ തന്നെയുള്ള പരാമർശങ്ങളുടെയും വെളിച്ചത്തിൽ മഹാഭാരതം രചിച്ചത് BC 3000-നും 3050-നും ഇടയ്ക്കാണെന്നാണ് നിർണയിച്ചിട്ടുള്ളത്. വ്യാസൻ 5000-ഓളം വർഷം മുമ്പ് വിവരിച്ചിട്ടുള്ള വസ്തുതകൾ ആനുകാലിക സംഭവങ്ങളിൽ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നു. മഹാഭാരതത്തിലെ പ്രതിപാദ്യ വിഷയങ്ങൾ മിക്കവയും ഇന്നത്തെ പരിതസ്ഥിതിയോടും സംഭവ പരമ്പരകളോടും താരതമ്യം പ്രാപിച്ചിരിക്കുന്നു. മഹാഭാരതത്തിൽ വിവരിക്കുന്ന മനുഷ്യരുടെ സ്വഭാവ വൈകൃതങ്ങളും കുത്തിത്തിരിപ്പുകളും അധികാരത്തിനു വേണ്ടിയുള്ള വടംവലിയും പോരാട്ടവും കുൽസിത പ്രവർത്തനങ്ങളും അധാർമിക പ്രവർത്തനങ്ങളും ഇവയും മറ്റുമൊക്കെ ഇന്നത്തെ അധികാര ദുർമോഹികളായ മനുഷ്യരിൽ അന്നത്തേതുപോലെ തന്നെ കാണുവാൻ കഴിയും. അതേസമയം മഹാഭാരതത്തിൽ ഉയർത്തിക്കാട്ടുന്ന സത്യവും ധർമ്മവും നീതിയും ഉൾക്കൊണ്ട് ജീവിക്കുന്നവരെ വിരളമായി മാത്രമേ കാണുവാൻ കഴിയുന്നുള്ളൂ. മഹാഭാരതത്തെ അനശ്വരമാക്കി തീർക്കുവാൻ ഭീഷ്മപർവത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭഗവത്ഗീത ഒന്നു മാത്രം മതിയാകുന്നതാണ്. ഭഗവത്ഗീതയിലേതുപോലെ ലോകശ്രദ്ധയെ ആകർഷിച്ചിട്ടുള്ള ആശയങ്ങൾ വിശ്വസാഹിത്യ വേദിയിൽ വേറെയുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ജീവിതം സാർത്ഥകാവുകയും സഫലമായി തീരണമെങ്കിൽ ഒരു മനുഷ്യനുണ്ടാകേണ്ട ലക്ഷ്യബോധമാണെന്നാണ് ഇത് പറയുന്നത്. തങ്ങളുടെ ജീവിത ലക്ഷ്യം എന്തായിരിക്കണമെന്ന് മനുഷ്യരെ ഓർമ്മിപ്പിക്കുകയും ആ ലക്ഷ്യം പ്രാപിക്കുന്നതിനുള്ള മാർഗം ഉപദേശിക്കുകയുമാണ് ശ്രീമദ് ഭഗവത്ഗീത ചെയ്യുന്നത്. മഹാഭാരതത്തിന്റെ മറ്റൊരു പ്രത്യേകത വ്യാസൻ അതിൽ പ്രതിപാദിക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബകഥയാണെന്നുള്ളതാണ്. കഥ നടക്കുന്ന കാലത്ത് അദ്ദേഹം ജീവിച്ചിരിക്കുകയും പല സന്ദർഭങ്ങളിൽ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് നിർണായകമായ പങ്കുവഹിക്കുകയും ചെയ്തു. ഇതിലെ കഥാബീജം അദ്ദേഹത്തിന്റെ ആത്മകഥയാണെന്ന് പറഞ്ഞാലും വലിയ തെറ്റില്ല. അത്രത്തോളം അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതത്തോട് അത് ഒട്ടിപ്പിടിച്ചു നിൽക്കുന്നു. പാണ്ഡവന്മാരുടെ കാലശേഷമാണ് മഹാഭാരതം രചിച്ചിട്ടുള്ളത്. വ്യാസൻ ഇതാദ്യമായി തന്റെ മകൻ ശുഗനെയും പിന്നീട് ശിഷ്യന്മാരെയും പഠിപ്പിച്ചു. വൈശംഭായനൻ എന്ന ശിഷ്യൻ അർജുനന്റെ പൗത്രനായ പരീക്ഷത്തിന്റെ പുത്രൻ ജനമേജനെയാണ് ആദ്യമായി മഹാഭാരത കാവ്യം വിവരിച്ചു കേൾപ്പിക്കുന്നത്. അപ്പോൾ അത് കേൾക്കുന്നതിനിടയായ ഉപസ്രവസ് എന്ന സൂതൻ പിന്നീട് നൈമിഷാരണ്യത്തിൽ വെച്ച് ശൗനകാദി മുനികളോട് പറയുന്ന വിധത്തിലാണ് നമുക്ക് മഹാഭാരതം ലഭിച്ചിട്ടുള്ളത്. ഒരു ഭാഗത്ത് 4 വേദവും മറുഭാഗത്ത് വ്യാസഭാരതവും വെച്ച് ദേവകൾ തുലാസിൽ തൂക്കി നോക്കി. അപ്പോൾ വേദങ്ങളെക്കാൾ ഭാരം തൂങ്ങിയത് ഭാരതത്തിനാണ്. അന്നു മുതൽക്കാണ് മഹത്തായ ഭാരമുള്ള ഭാരതത്തെ മഹാഭാരതം എന്ന പേരിൽ നൽകി വിളിച്ചു വന്നത്. മഹത്വവും ഗൗരവവും ഇതിന് കൂടുകയാൽ മഹത്വഭാരവത്വാഢ്യം മഹാഭാരതമായി. മഹാഭാരതത്തിന് ജയം എന്നുകൂടി പേരുണ്ട്. ശ്രോതാക്കൾക്ക് ജയത്തെ പ്രദാനം ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു പേര് ലഭിച്ചു. ഭൂലോകത്തുള്ള 2 അനർഘമായ ഖനികളാണ് പാരാവാരവും ഹിമാലയ പർവ്വതവും. അതുപോലെയുള്ള മറ്റൊരു രത്നഖനിയാണ് മഹാഭാരതം. ഇത് സാഹിത്യകാരന്മാർക്ക് പ്രചോദനം നൽകുന്ന വറ്റാത്ത ഉറവിടമാണ്. പഞ്ചഭൂതത്തിൽ നിന്ന് സൃഷ്ടിത്രയങ്ങൾ എന്ന പോലെ ഈ ഇതിഹാസത്തിൽ നിന്ന് സാഹിതീ തലാചലങ്ങൾ ഉത്ഭവിക്കും എന്നാണ് വ്യാസവാക്യം. മഹാഭാരതത്തെപ്പറ്റി വ്യാസൻ തന്നെ രചിച്ചിട്ടുള്ള വരികൾ മഹാഭാരതത്തിന്റെ യഥാർത്ഥ മഹത്വം വിളിച്ചറിയിക്കുന്നുണ്ട്. അദ്ദേഹം എഴുതിയത് ഇപ്രകാരമാണ്: യതിഹാസ്തദീ തദന്യതേ എന്നേഹാസ്തദീ നത് ക്വച്ചിത്. ഇതുവെച്ചാൽ ഇതിനർത്ഥമാക്കുന്നത് ഇതിലുള്ളത് മറ്റു പലതിലും കണ്ടേക്കാം, എന്നാൽ ഇതിലില്ലാത്തത് മറ്റൊരിടത്തും കാണുകയില്ല. ഇത് വ്യാസൻ നടത്തുന്ന ആത്മപ്രശംസയൊന്നുമല്ല. ഇതിൽ അതിശോക്തിയുമില്ല.
മഹാഭാരതത്തിന്റെ ഔന്നത്യം വിളിച്ചോതുവാൻ വ്യാസന്റെ വാക്കുകളേക്കാൾ കൂടുതൽ എന്തു വാക്കുകളാണ് വേണ്ടത്? ഇനിയാണ് യഥാർത്ഥ മഹാഭാരത കഥ ആരംഭിക്കുന്നത്. തുടരും.